കൂടിയാ? അവന്റെ അച്ഛനെയൊന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. നിക്കടാ. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ? എന്ത് പാര? 10,000 രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് തന്നെ തനിച്ചു. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കയ്യും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. എന്റെ ജമാൽ എന്നത് അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? എന്തിനാണ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ദേ കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങിയ പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ല് ഒമ്മക്ക് എന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി. ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റൊരുത്തൻ തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കി കിട്ടിയത്. എന്റെ സ്റ്റെബിലൈസറിന് അടി കിട്ടിയത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാ. ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ച് തീർക്കല്ലേ? വാങ്ക് വിളി കേൾക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംകൂതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല. ശങ്കൂതന്റെ ചങ്ക് ജമാല് കൊണ്ടുപോകും. ദയക്കാ നമ്മളൊരു കാര്യം പറയാം. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിഷം ഒഴിച്ച് തിന്ന് നമ്മ ശത്ത് കളയും. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. എന്റെ അല്ലോ, വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചൈത്താനായത് വിശ്വസിച്ചൂടാ. അത് വേറൊരുത്തന്റെ തല പോണ കാര്യമാണെങ്കിലാ. അതുണ്ടല്ലോ കുഞ്ഞുമുക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോവും, നമ്മുടെ നോക്കി ശരിയല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും. എന്നോട് മുണ്ടാണ്ടിരിക്കാനാണ് പറയണത്. ഈ ഒരു മുസൽമാനാണോടാ? അതിൽ തൊട്ട് കളിക്കരുത്. പണം പലിശക്ക് കൊടുക്കുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. മുസ്ലിം പ്രമാണിമാരെന്നെ പറ. അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നതായ ഇസ്ലാമിന് ചേർന്നതാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുമുക്ക, ഈ മുസൽമാനെ ഉറുക്കട്ട നോക്കണ്ടേട്ടാ. എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. പൊന്നാന് കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മൊസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള് മതം മാറുന്നൊരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യോ? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മിഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയാ. ഇങ്ങോട്ടൊന്നേ, നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കുന്നത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. വലൈക്കും അസ്സലാം.
പടച്ചോനെ തുടക്കം തന്നെ പഴച്ചു. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. വാലേക്കും സ്ലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. മാറിക്ക്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. ഇച്ചൊന്നും മുണ്ടാണ്ടിരിക്കടാ. അസ്സലാമലൈക്കും. ബാപ്പ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? ആ. പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. എന്റെ അള്ളൂ, ഈ സമയത്ത് നിസ്കാരമാ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളൂ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ പറയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. തുന്നത്ത് കഴിഞ്ഞുള്ളൂ കമാലിതിനെ. ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമുഹമ്മദേ, ആ. ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. ഉം? എന്താ മാധവൻ നായരെ? ഓ, അല്ലാ, ഈ ശൈത്താൻ എപ്പോ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേക്ക് പോകല്ലേ മോലാളി. തിരിച്ചു നിർത്തണ. അങ്ങടുത്തിരിഞ്ഞേക്ക് മോലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്. പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അല്ലാഹുവ സത്യം, നബീസ് ഉമ്മളെ കൈവിട്ടു പോയി. എന്നെ കൊല്ലരുത്. എന്റെ സുന്ദരിയായ പെങ്ങൾക്ക് കെട്ടിയോനില്ലാണ്ട് പോവും. ഇങ്ങനത്തെ ഒരു കെട്ടിയൻ എന്റെ പെങ്ങൾക്ക് കുടലെടുത്ത് കുടലെടുത്ത് കൈ പിടിച്ചു കൊടുത്ത് റൗഡി മച്ചായൻ കുടലെടുത്ത്. ജയിലിൽ നിന്ന് ഓന്റെ കത്ത് വന്ന പിന്നെ തുടങ്ങിയതാണല്ലോ നിങ്ങൾക്ക് ഈ പിരാന്ത്. ആ കത്തവിടെ, എന്തിനാ അത് കത്തിച്ച് കളഞ്ഞാലേ നമുക്ക് ഇനി ഉറക്കം വരും. കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വായിച്ചില്ലേ, ജമാലിന്റെ മനസ്സിൽ ഇപ്പോഴും നബീസ് തന്നെയാ. വാശി പിടിച്ച ഉടുമ്പിന്റെ സ്വഭാവ ഓന്. ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും ഓന് നബീസിനെ വേണം. ഇല്ലെങ്കി അള്ളാണ് സത്യം, ഓ നിങ്ങളെ തട്ടു. കുഞ്ഞുമിക്ക. എന്താണ്ടാ ബെടി കൊണ്ട പന്നിയെ പോലെ? ആ ബേടി കൊള്ളാൻ പോണ പന്നി കുഞ്ഞുമിക്കാണ്. അതെന്ത് ബെടി? നബീസ് പോയോ? പോയി. നബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? ഓടെ സമ്മതം ആര് ചോദിക്കുന്നു? ആ ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട്. അതാര്? കണ്ണം വന്നെന്ന്. എന്റെ പടച്ചോനെ, അവൻ വീണ്ടും വന്ന. ജമാല് വീണ്ടും പഴയ ജമാലായേ പറ്റൂ. എന്റെ പടച്ചോനെ, ഈ പെടാപ്പാടക്കപ്പെട്ടിട്ട് ഉമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ചം. അത് നിങ്ങളെ കായിന് കൊള്ളാത്തോണ്ട്. എന്റെ റബ്ബേ, പട്ടാ പകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പടച്ചോനെ, നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിസി കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. അയ്യോ ഞാനല്ല. ഒരു ഒട്ടക. ഒട്ടകോ? എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ? കലങ്ങി ഇവന്റെ ചപ്പടാച്ചി ഭർത്താനം കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടു പോലത്തെ സ്വഭാവാ. ഇത് പേടിപ്പിക്കാതെ. എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ? താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ണന്റെ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും.